നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ നല്ലവളാ. മറ്റുള്ളവരുടെ വേദന കണ്ടാൽ നിനക്ക് സഹിക്കാൻ പറ്റില്ല. അതവൻ മുതലെടുക്കുകയാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. ഈ ചടങ്ങിന് ഞാൻ വരില്ല. എന്താ ശരവണ, നിന്റെ മുഖത്തൊരു ഉന്മേഷമില്ലാത്ത? അമ്പലത്തിൽ പോകാൻ എത്ര പേടിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് അന്തമാതിരി പേടിയൊന്നുമില്ല സാർ. ഓ, കോവില് താനേ. അല്ല, നീ നിന്റെ മൊബൈലൊക്കെ എടുത്തിട്ടില്ലേ? എടുത്തു. എന്താ? അത്യപൂർവമായി കാണാൻ പറ്റുന്ന ചടങ്ങല്ലേ, അപ്പൊ ഫോട്ടോസോ വീഡിയോസോ വേണമെങ്കിൽ എടുക്കാലോ. സത്യം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. നിങ്ങളെല്ലാരും എങ്ങോട്ടേക്കാണോ പോകുന്നത്? അങ്ങോട്ടേക്ക് തന്നെ. നീ വരേണ്ട കാര്യമില്ല. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവല്ലേ നിന്റേത്? എനിക്ക് കൂടെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങ് അമ്പലത്തിലെത്തിയാലും മതിയല്ലോ. എനിക്കും കാണാൻ ചടങ്ങുകളൊക്കെ. എടീ, നീ അമ്മവ വേണ്ട. ഒരു നല്ല കാര്യത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ ഒന്നും വേണ്ട. അവള് വരികയോ വരാതിരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അല്ല, നമ്മളെല്ലാരും എത്തി. ചടങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എത്തിയില്ലല്ലോ. നിത്യ എവിടെ? നിത്യ അല്ല, പെൺകുട്ടികളല്ലേ, ഒരുങ്ങി തീർന്നിട്ടുണ്ടാവില്ല. ഏയ്, അങ്ങനെ ഒരുങ്ങുന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ നിത്യ. എനിക്കറിയാവുന്നതല്ലേ അല്ലേ ഹരി? എല്ലാവരും അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അമ്മ എന്തേലും പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാക്കി തരണം. എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാനും പറ്റില്ല. മോളെ, ഇനിയിപ്പോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇവിടെ വെച്ച് പറയാൻ പറ്റിയില്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് എനിക്ക് പറയേണ്ടി വരും. എന്റെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മറ്റൊരാളെ ഞാൻ താലി ചാർത്താൻ അനുവദിക്കില്ല. അപ്പോഴുണ്ടാവുന്ന നാണക്കേട് അമ്മയൊന്ന് ആലോചിച്ചു നോക്കേ. ആരുടെയൊക്കെ തല കുനിയുന്ന ഒന്ന് ചിന്തിച്ചു നോക്കേ. ഇപ്പൊ നീ എന്തായി പറയുന്നെന്ന് എനിക്കറിയാം. ജീവന് മാറ്റം വന്നു എന്നുള്ള തോന്നൽ അവൻ നിന്റെ മുമ്പിൽ കാണിക്കുന്ന
വേഷം കെട്ടിയുള്ള അഭിനയം. പക്ഷെ അവനതല്ലെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ പലതും എന്റെ കണ്ണിൽ കാണുന്നുണ്ട്. അടുത്തു വന്ന അവൻ നിന്നെ ഞെരിച്ചു കൊല്ലും മോളെ. അതിനൊരു മറയിടാൻ ഇപ്പൊ ചെയ്യുന്നത് എനിക്ക് തുടർന്നു പോയേ പറ്റൂ. ഈ അമ്പലത്തിൽ പോക്ക് തന്നെ അവൻ കരുതി കൂട്ടി ഉണ്ടാക്കിയതാ. അല്ലാതെ നിനക്ക് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവൻ പോകുന്നതെന്ന് നീ കരുതിയോ? നീ നല്ലവളാ. മറ്റുള്ളവരുടെ വേദന കണ്ടാൽ നിനക്ക് സഹിക്കാൻ പറ്റില്ല. അതവൻ മുതലെടുക്കുകയാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. ഈ ചടങ്ങിന് ഞാൻ വരില്ല. വല്ലാണ്ട് വൈകിപ്പോയി മോളെ. നമുക്കിറങ്ങാം. വാ. മോളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ, അന്ന് സ്കൂളിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആളല്ലേ? അതെ. എന്താ മോളുടെ പേര്? വീണ. എന്റെ മോളും മോനും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിലേതാ മോളുടെ ചെക്കൻ? ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അവളെ അറിയാവുന്ന ആൾക്കാര് ഇവിടെ ഉള്ളതുകൊണ്ട് എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോണില്ല. അമ്മാവ ഇവളല്ലല്ലോ പ്രശ്നം. ഓഹോ, ജീവൻ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.